أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا تالله تفتأ تذكر يوسف حتى تكون حرضا أو تكون من الهالكين. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعه بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ് ഇന്ന് 85-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ 85-ാമത്തെ ആയത്ത് വളരെ സുപ്രധാനമായ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ലഖദ് കാന ഫി യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസായിലിൻ, അല്ലെ? ലഖദ് കാന ഫി യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസായിലിൻ. തീർച്ചയായും നിങ്ങൾക്ക് യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിലും ദൃഷ്ടാന്തങ്ങളുണ്ട്, ആയത്തുകളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ഈ സഹോദരങ്ങളിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തരാണ്. ഇവരുടെ ഒരു കോൺവെർസേഷൻ, അവരുടെ ഒരു സംഭാഷണം, യാക്കൂബ് നബിയോടുള്ള അവരുടെ ഒരു വർത്തമാനം. ആ വർത്തമാനം നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് തോന്നാം, പക്ഷേ ഇറ്റ്സ് വെരി സീരിയസ്, ഇറ്റ്സ് വെരി ഗ്രേവ്. വളരെ ഗൗരവപ്പെട്ട, വളരെ എന്താ പറയാ, ഒരു സാധാരണഗതിയിൽ ഒരു പിതാവിനോട് മക്കൾ പറയാൻ പാടില്ലാത്ത ഒരു വാചകം, അതാണ് അവർ പറയുന്നത്. ആ പറയുന്നതിന്റെ ഗൗരവവും അതിലെ നമുക്കുള്ള പാഠങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ ആയത്തിലൂടെ പഠിക്കുന്നത്. അപ്പൊ ആദ്യം ഈ പിന്നെ ആയത്തിന്റെ അർത്ഥം ഒന്ന് നമുക്ക് ശരിക്കും വാക്കർത്ഥം. കാലു, അവർ പറഞ്ഞു. ഇപ്പം യാക്കൂബ് അലൈഹി സ്വലാം എന്താണ് അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ? അദ്ദേഹം ഇവരിൽ നിന്ന് അവരുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞു. ബിന്യാമീനെ യൂസുഫ് അലൈഹി സ്വലാം പിടിച്ചു വെച്ചതായിട്ട്, യൂസുഫ് എന്ന് പറയുന്നില്ല, മറിച്ച് രാജാവ് മലിക് അല്ലെങ്കിൽ അസീസ് പിടിച്ചു വെച്ചതായിട്ട് അവർ വന്ന് പറയുമ്പോൾ, മകൻ മോഷ്ടിച്ചിരിക്കുന്നു, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് സത്യം, ഞങ്ങൾ അറിഞ്ഞ സത്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൽ സവ്വലത്തിലക്കും അംഫുസുക്കും അമ്ര, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഫസബറുൻ ജമീൽ അസല്ലാഹു അയ്യഅ്തിയനി ബിഹിം ജമീഅൻ, അല്ലെ, ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം. ഞാൻ മനോഹരമായി ക്ഷമിക്കുന്നു, ഒരു പക്ഷെ അള്ളാഹു എല്ലാവരെയും കൊണ്ടുവരും. അപ്പൊ ഒരു ക്ഷമ, പ്രത്യാശ, അതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം ഒറ്റയ്ക്കിരുന്നു. ആ ദുഃഖത്തിന്റെ കാഠിന്യം ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. മക്കളുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാതെ അദ്ദേഹം അത് ഒറ്റയ്ക്കിരുന്ന് പ്രകടിപ്പിക്കും. പക്ഷെ മക്കൾ അദ്ദേഹം പറയുന്നത് കേൾക്കുന്നു. യാ അസഫ അലാ യൂസുഫ്. ആ പറയുന്നത് കേട്ടപ്പോ ഇത്രയും കാലം ദുഃഖത്തിന്റെ അതികഠിനമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ പിതാവിനെ അവര് എന്ത് ചെയ്യാണ്? കുറ്റപ്പെടുത്തുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് നമ്മൾ ഇതിന്റെ വാക്കർത്ഥം പറഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് പോകാം. കാലു, അവർ പറയണം, എന്താണ് പറയുന്നത്? തല്ലാഹി, അള്ളാഹുവാണ്. തല്ലാഹി, അല്ലെ? തല്ലാഹി എന്ന് പറയുന്ന വല്ലാഹി പോലെ അതേ, ഏറെക്കുറെ അതേ മീനിങ് ആണ്. പക്ഷെ ദർ ഇസ് എ ഡിഫറൻസ്. അത് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹുവാണ് സത്യം. തല്ലാഹി, അള്ളാഹുവാണ്. തഫ്തഉ തദ്കുറു യൂസുഫ്, തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ്. അതിന്റെ ആ വാചകത്തിന്റെ ഒരു ശരിക്കും നോക്കൂ, റിതമിക്കാണ്. പക്ഷെ ആ റിതമിന് വേണ്ടി കൊണ്ടുവന്ന ഒരു റിതം അല്ല അത്. ഒരു പ്രാസം ഒപ്പിച്ച് പറയാൻ വേണ്ടി. ഇപ്പൊ നേരത്തെ യാ അസഫ അല യൂസുഫ് എന്ന് പറഞ്ഞതുപോലെ തൊട്ടടുത്ത വാചകത്തിൽ തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ് എന്ന് പറയുന്നത് ഒരു താളനിബദ്ധമായ ഒരു ആയത്താണ്. പക്ഷെ താളം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല പറഞ്ഞതല്ല. തഫ്തഉ എന്ന് പറഞ്ഞാല് ശരിക്കും ലാ തഫ്തഉ എന്നാണ് അത് പറയാം, കേട്ടോ. അത് നമ്മൾ വിശദീകരിക്കാം. തഫ്തഉ തദ്കുറു യൂസുഫ്, താങ്കൾ ഇപ്പോഴും, സ്റ്റിൽ ആർ യു റിമെമ്പറിങ് യൂസുഫ്? താങ്കൾ ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ടും യൂസുഫിനെ കുറിച്ച് ഓർക്കുകയാണോ? യൂസുഫിനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നില്ലേ? അതാണ് തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ്. അള്ളാഹുവാണ്, താങ്കൾ യൂസുഫിനെ കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? ഹത്താ തകൂന ഹറലൻ, താങ്കൾ അങ്ങനെ രോഗം ബാധിച്ച്, ക്ഷീണം ബാധിച്ച് മരിച്ചു പോകുന്ന ഒരവസ്ഥയിൽ, അങ്ങനെ ആയിത്തീരുമാറ്. ഹത്താ തകൂന ഹറലൻ, രോഗം ബാധിച്ച്, മരണം ബാധിച്ച്, ക്ഷീണം, അല്ലെ, രോഗം ബാധിച്ച്, ക്ഷീണം ബാധിച്ച് മരിച്ചു പോകുന്ന ഒരു രൂപത്തിലേക്ക് താങ്കൾ ആവുകയാണോ? ഔ തകൂന മിനൽ ഹാലിക്കിൻ, അല്ലെങ്കിൽ ഒരു 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 എന്താ പറയാ, ഒരു മോശം മരണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. പക്ഷെ അതിന്റെ അറബിയിൽ അതിന്റെ മീനിങ് വരുമ്പോൾ കുറച്ചുകൂടി ഒരു വയലന്റ് ഡെത്ത് എന്നൊക്കെയാണ്. ഹലാക്ക്, നമ്മൾ ഹലാക്ക് എന്ന് പറയാറില്ലേ? നമ്മള് പിന്നെ മലയാളമായിട്ടുള്ള ഒരു പദമാണ്, അല്ലെ?
ഹലാക്ക് ശരിക്കും അറബി അതിൽ നിന്നാണ് ഔ തക്കൂന മിനൽ ഹാലിക്കിൻ, താങ്കൾ ഹലാക്കിലേക്ക് എത്തുന്ന ഒരവസ്ഥ, ഒരു വയലന്റ് ഡെത്ത്, ഒരു അഗ്ലി ഡെത്ത്. എന്താ പറഞ്ഞ നാശം നാശം. നാശം എന്നൊക്കെ അത് നമ്മുടെ ഒരു പിന്നെ എന്താ പറയാ മലയാള അർത്ഥം അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇറ്റ് മീൻസ് മോർ ദാൻ ദാറ്റ്. അത് നമുക്ക് വിശദീകരിക്കാം കേട്ടോ. അപ്പോ എന്താ ഈ പറഞ്ഞതിന്റെ ചുരുക്കം, ഈ ബ്രദേഴ്സ്, യൂസുഫിന്റെ ബ്രദേഴ്സ്, ഈ മക്കള്, യഹൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ മക്കള് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയൊക്കെയാണ്. അങ്ങനെയല്ല എന്നൊരു വാദമുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. പക്ഷെ അതിന്റെ വാചകത്തിന്റെ പ്രകടമായ അർത്ഥം അതാണ്. താങ്കൾ ഇപ്പോഴും യൂസുഫിനെ കുറിച്ച് ഓർക്കുകയാണോ? ഹത്താ തക്കൂന ഹറദൻ, അങ്ങനെ ഓർത്തോർത്ത് ഈ ഒരു രോഗം ബാധിച്ച് അങ്ങനെ മരിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഒരു വയലന്റ് ഡെത്ത്, ഒരു എന്താ പറയാ, ഒരു നാശത്തിന്റെ പടുകുഴിയിൽ വീഴുന്ന അവസ്ഥയിലേക്ക് താങ്കൾ സ്വയം തന്നെ, അത്തരം ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾ ഉൾപ്പെടുകയാണോ? അതാണ് തക്കൂന മിനൽ ഹാലിക്കിൻ. തഹ്ലക്കു എന്നല്ല പറയുന്നത്, മറിച്ച് തക്കൂന മിനൽ ഹാലിക്കീൻ, സ്വയം തന്നെ മരണം എടുത്തണിയുന്ന അത്തരം ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾ ഉൾപ്പെടുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആയത്തിനെ 2 രൂപത്തിൽ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. ഒന്ന് പറയുന്നത്, അതായത് യാക്കൂബ് അലൈഹിസ്സലാം പിന്തിരിഞ്ഞു പോയപ്പോ ഇവരിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരുന്നിട്ടാണല്ലോ യാ അസഫ അല യൂസുഫ് എന്ന് പറയുന്നത്, അല്ലെ? യൂസുഫിന്റെ മേലുള്ള എന്റെ ദുഃഖമേ, എന്റെ സങ്കടമേ എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരുന്നിട്ടാണ്. അത് ഇവർ കേട്ടപ്പോ ഇവർക്കൊരു പശ്ചാത്താപം തോന്നി, ഇവർക്കൊരു വിഷമം തോന്നി, ഒരു സഹതാപം തോന്നി. അങ്ങനെ അദ്ദേഹത്തിന്റെ തോളത്ത് കൈവച്ച് ഇവർ പറയുന്ന ഒരു സാന്ത്വനത്തിന്റെ വാക്കായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോ അതിന്റെ അർത്ഥം എന്താ? തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ്, അല്ലയോ വാപ്പ താങ്കൾ ഇപ്പോഴും. അപ്പൊ ഒരു സൗമ്യമായ ഒരു ട്രാൻസ്ലേഷൻ ആണ്. താങ്കൾ ഇപ്പോഴും യൂസുഫിനെ കുറിച്ച് തന്നെയാണോ ഓർക്കുന്നത്? ഹത്താ തക്കൂന ഹർദൻ, അങ്ങനെ താങ്കൾ രോഗം ബാധിച്ച്, ക്ഷീണം ബാധിച്ച് മരിച്ചു പോകുന്ന ഒരവസ്ഥ. ഔ തക്കൂന മിനൽ ഹാലിക്കിൻ, അല്ലെങ്കിൽ ഒരു ഹലാക്കിൽ താങ്കൾ പെടുന്ന ഒരവസ്ഥയിലേക്ക് താങ്കൾ എത്തുകയാണോ എന്നതാണ് ഒരു വ്യാഖ്യാനം. അത് പറയുന്ന ആളുകൾ ഇതിന്റെ ന്യായം പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പിന്നെ എവിഡൻസ് ഉദ്ധരിക്കുന്നത് 87-ാമത്തെ ആയത്താണ്. അതായത് 87-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അപ്പം നമ്മൾ പറയാം. അത് 87-ാമത്തെ ആയത്തിൽ പറയുന്നതിന്റെ ചുരുക്കം എന്താന്ന് വെച്ചാൽ, മക്കളെ യാ ബനി യദ്ഹബു, നിങ്ങൾ എല്ലാവരും പോയിട്ട് ഫതഹസ്സസു മിൻ യൂസുഫ്, യൂസുഫിനെയും അവന്റെ അവന്റെ സഹോദരനെയും ഒക്കെ നിങ്ങൾ പോയിട്ടൊന്ന് അന്വേഷിച്ചു നോക്കും, നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കും, അവരെ കുറിച്ചുള്ള വിവരങ്ങൾ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ചു നോക്കൂ. വലാ തയസു മിൻ റൗഹില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. കാരണം ഇന്നഹു ലാ യയഅസ് മിൻ റൗഹില്ല ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികളായിട്ടുള്ള ആളുകൾ, ഡിസ്ബിലീവേഴ്സ് ആയിട്ടുള്ള, അവിശ്വാസികളായിട്ടുള്ള ആളുകളല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവുകയില്ല. ഈ വാചകം അവര് പറയും, ഇങ്ങോട്ടാണ് ഈ വാചകം അവര് പറയാൻ കാരണം, നേരത്തെ പറഞ്ഞ നമ്മളിപ്പോ ഇന്ന് പഠിക്കുന്ന ആയത്ത്, അല്ലെങ്കിൽ ആ സംഭാഷണം അതൊരു സാന്ത്വനത്തിന്റെ, ഒരു ആശ്വാസത്തിന്റെ വർത്തമാനമായിട്ട് വ്യാഖ്യാനിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ആ മുഫസ്സിറുകൾ അതിനെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ഇതിനെ അവരുടെ തന്നെ ഒരു എന്താ പറയാ, അഗ്രസീവ് ആയിട്ടുള്ള, ദേഷ്യം കൊണ്ടും രോഷം കൊണ്ടും അവർ പറയുന്ന ഒരു വാക്കായിട്ടാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത്. ആ പറച്ചിലേക്കാണ് നമ്മുടെയും ഒരു ചായ്വ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും ആ ഒരു പോയിന്റിൽ നിന്നിട്ടാണ്. കാരണം ഇപ്പൊ അങ്ങനെ പറയാൻ നോക്കൂ, തല്ലാഹി തദ്കുറു യൂസുഫ്, ബാപ്പ നിങ്ങൾ ഇപ്പോഴും. അപ്പൊ അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞത്, അല്ലയോ പിതാവേ താങ്കള് യൂസുഫിനെ കുറിച്ച് തന്നെയാണോ ആലോചിക്കുന്നത് എന്ന് സമാശ്വസിപ്പിക്കുന്ന ഒരു വചനത്തിലൂടെ പറഞ്ഞ അർത്ഥം പറയുമ്പോൾ അങ്ങനെ അല്ല, ഇവര് ദേഷ്യത്തിലാണ്, രോഷത്തിലാണ്. എന്റെ അർത്ഥം എന്താ? തല്ലാഹി തദ്കുറു യൂസുഫ്, ഇപ്പോഴും ആ യൂസുഫിനെ കുറിച്ച് തന്നെയാണോ താങ്കൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഹത്താ തക്കൂന ഹർദൻ, അങ്ങനെ താങ്കൾ സ്വയം തന്നെ മരിച്ചു പോണ ഒരു അവസ്ഥ. ഔ തക്കൂന മിനൽ ഹാലിക്കിൻ, അല്ലെങ്കിൽ നാശത്തിൽ അകപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ താങ്കളും പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണോ എന്ന് ദേഷ്യത്തിൽ പറയുന്നത്. രണ്ടാമത് പറഞ്ഞതാണ് വാസ്തവത്തിൽ ഇതിലേറ്റവും യോജിച്ചത്. കാരണം ഇതിന്റെ തൊട്ടുടനെ വരുന്ന ആയത്ത് എന്താ? ഇന്നമ കാല, അപ്പൊ അദ്ദേഹം അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, ഇന്നമ അഷ്കു ബസ്തി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എന്റെ ദുഃഖവും സങ്കടവും പരിദേവനവും പരാതിയും ഒക്കെ എന്റെ അള്ളാഹുവിനോടാണ് ഞാൻ പറയുന്നത്. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം
ഇത് അദ്ദേഹം പറയണമെങ്കിൽ ഇത് വളരെ രോഷത്തിലും പിന്നെ ദേഷ്യത്തിലും കുറ്റപ്പെടുത്തുന്ന രൂപത്തിലും ഒരു തങ്ങളുടെ ഗിൽറ്റ് മറച്ചു വെക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടും അവർ പറഞ്ഞതാകാനാണ് സാധ്യത. എന്ന് മാത്രമല്ല, ഇതിലേക്ക് വേറൊരു പ്രധാനപ്പെട്ട സൂചന എന്താ വെച്ചാൽ, യൂസുഫിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇവരിപ്പോ യൂസുഫിനെ കുറിച്ച് എപ്പോഴാ പറഞ്ഞത്? യൂസുഫിനെ കുറിച്ച് പറയേണ്ടതില്ലാത്തൊരു സന്ദർഭത്തിലാണല്ലോ ഇവർ തൊട്ടു മുമ്പ് യൂസുഫിനെ കുറിച്ച് പറഞ്ഞത്. എന്തായിട്ടാ പറഞ്ഞത്? എന്തായിട്ടാ പറഞ്ഞത്? ഒരു കള്ളനായിട്ടാണ് അല്ലെ? എന്ത്? ഇൻ സറഖ ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ അല്ലെ? ഈ അസീസിന്റെ അടുത്ത്, ആ പ്രഭുവിന്റെ അടുത്ത്, മന്ത്രിയുടെ അടുത്ത് ഒരിക്കലും യൂസുഫ് അലൈഹി സ്വലാമയെ കുറിച്ച് പറയേണ്ടതില്ലാത്ത ഒരു ഘട്ടത്തിൽ അവർ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചത്? ഒരു മോഷ്ടാവായിട്ട്, ഒരു കള്ളനായിട്ട് യൂസുഫ് അലൈഹി സ്വലാമയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ വീണ്ടും അത് ആ ഒരു കുറ്റപ്പെടുത്തൽ എന്ന് മാത്രമല്ല, ബിനിയാമിനല്ലേ? അതെ. പക്ഷെ ബിന്യാമീനെ കുറിച്ച് പറയേണ്ട ഒരു ഘട്ടത്തിൽ ആ ബിന്യാമീൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ സഹോദരനും മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സഹോദരൻ ആരെ കുറിച്ചാ? യൂസുഫ്. യൂസുഫിനെ കുറിച്ച്. അതാ ഞാൻ പറഞ്ഞത്. അതായത് അവിടെ യൂസുഫിനെ പറയേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ലേ? പറയേണ്ട അല്ല, ആവശ്യം ഇവിടെ യാക്കൂബിനെ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന ഇബനൊക്കെ സറക്കാം, അവിടെയും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, അത് ബിന്യാമിനെ കുറിച്ചാണ്. ഇന്ന ബനക്ക സറഖ് എന്ന് പറയുന്നത് അത് ബിന്യാമിനെ കുറിച്ചാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഇവിടെ പറയുന്നത് യൂസുഫിനെ കുറിച്ച് പറയേണ്ടതില്ലാത്ത ഒരു ഘട്ടത്തിൽ പോലും അവൻ മോഷ്ടാവായിട്ട് പരിചയപ്പെടുത്തി. ഒന്നത്. രണ്ട്, ഫഖദ് സറഖ അഖുൻ ലഹു എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ ഒരു സഹോദരൻ അല്ല പറഞ്ഞത്. പിന്നെയോ ഇവന്റെ ഒരു സഹോദരൻ. ഞങ്ങൾ ഇതിനൊക്കെ ഒരു വേറിട്ട ഒരു നല്ല സാലിഹ്യങ്ങളായ മുത്തക്കികളായ ഒരു വർഗം എന്നുകൂടി ധ്വനിപ്പിച്ചിട്ടാണ് ആ പറഞ്ഞത്. അപ്പോ ബേസിക്കലി ഈ വാചകം, നമ്മളിപ്പോ ഇന്ന് പഠിക്കുന്ന ഈ വാചകം, ഇവര് യക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ദുഃഖം കണ്ടിട്ട് അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും പറഞ്ഞ ഒരു വാചകമല്ല, മറിച്ച് അദ്ദേഹത്തോടുള്ള ദേഷ്യവും അദ്ദേഹത്തോടുള്ള രോഷവും എന്ന് മാത്രമല്ല ഞങ്ങൾ ഗിൽറ്റി ആണ് എന്നത് മറച്ചു വെക്കാനും കൂടി ആ ഒരു, അല്ലെങ്കിൽ ആ ഗിൽറ്റി കോൺഷ്യൻസിൽ നിന്ന്, അങ്ങനെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കാം കേട്ടോ. ഒരു ഗിൽറ്റി കോൺഷ്യൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ടേബിൾ തിരിച്ചിടും. ഒരാള് തെറ്റ് ചെയ്ത ആള് ഗിൽറ്റി കോൺഷ്യസിൽ ആ ഒരു സിറ്റുവേഷനെ മറിച്ചിട്ടിട്ട് വ്യാഖ്യാനിക്കും. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയാം. അപ്പോൾ ഇവിടെ ശരിക്കും വാസ്തവത്തിൽ ഇവർ യൂസുഫ് അലൈഹി സ്വലാമയോട് ചെയ്ത ആ ഒരു ക്രൂരകൃത്യം, ആ ക്രൂരകൃത്യം ചെയ്തത് എന്തിനായിരുന്നു? നമ്മളത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അവർക്ക് യഹ്ലുലക്കും വജുഹു അബീക്കും അല്ലെ? പിതാവിന്റെ ഒരു സ്നേഹം, പിതാവിന്റെ ഒരു മുഖം ഞങ്ങളിലേക്ക് മാത്രം തിരിയണം എന്ന ഒരു കൺസെപ്റ്റിലാണ് ഇവര് ഈ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ക്രൂരകൃത്യം ചെയ്തത്. പക്ഷേ എന്നിട്ടും ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവര് എന്താണ്, ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് ആ ഒരു ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഓക്കെ. അപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാമ ഇപ്പോഴും യൂസുഫിനെ കുറിച്ച് പറയുന്നത്, അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ തോന്നുന്നത് പോലും ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്നതാണ് അതിന്റെ മറ്റൊരു വശം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞങ്ങൾ യൂസുഫിനെ ഇല്ലാതാക്കിയത്, യൂസുഫിനെ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞത്, എന്നിട്ട് ഞങ്ങളുടെ ആ വീട്ടിൽ നിന്ന് യൂസുഫിനെ അപ്രത്യക്ഷനാക്കിയതിന്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു? ഞങ്ങളുടെ പിതാവിന്റെ സ്നേഹം പരിപൂർണമായിട്ട് ഞങ്ങളിലേക്ക് തിരിയാനാണ്. പക്ഷെ കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും, വർഷങ്ങൾ ഇത്ര കടന്നുപോയിട്ടും ഇപ്പോഴും യൂസുഫ് നബിയെ കുറിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാം ഓർക്കുന്നു എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിന്റെ അപ്പുറത്തായ ഒരു ഘട്ടത്തിൽ അവര് ഇവരുടെ ദേഷ്യം, ഇവരുടെ രോഷം, ആ ഒരു ആംഗ്വിഷ്, ആങ്കർ, സോറോ, അതൊക്കെ കൂടി ഇവർ എന്ത് ചെയ്യാണ്, ഒരിക്കൽ കൂടി അവര് അപ്പൊ അവരുടെ ആ പഴയ അസൂയ, ആ അസൂയ ഒട്ടും കെട്ടടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ പഴയ അസൂയ വീണ്ടും പറയുന്നത്, സ്റ്റിൽ ഡു യു റിമെമ്പർ തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ്. ഇപ്പോഴും യൂസുഫിനെ കുറിച്ച് ആലോചിക്കുകയാണോ? മനസ്സിലായോ? അപ്പം യാക്കൂബ് നബി അലൈഹി സ്വലാം ഇവരിൽ നിന്ന് മാറിപ്പോയതും, എന്നിട്ട് യാ അസഫ അല യൂസുഫ് ലീവ് മീ അലോൺ എന്നാണല്ലോ ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ദുഃഖിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞത് പോലും അവർക്ക് പിടിക്കാതെ അവരെന്ത് ചെയ്യണ്? അവര് യൂസുഫ് അലൈഹി സ്വലാമെ യാക്കൂബ് നബി അലൈഹി സ്വലാമയെ കുറ്റപ്പെടുത്തുകയും പിന്നെ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അപ്പോൾ ഈ രണ്ട് വ്യാഖ്യാനം നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. കാരണം 86-ാമത്തെ ആയത്ത് പഠിക്കുമ്പോഴും 87-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആഴ്ച
അത് ഒക്കെ അടുത്ത ആഴ്ചകളിൽ അത് പഠിക്കുമ്പോൾ ഈ രണ്ട് കൺസെപ്റ്റിലേക്ക് നമ്മൾ ഒന്നുകൂടി തിരിച്ചു വരും. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇവര് കുറ്റപ്പെടുത്തുന്ന ഒരു രൂപത്തിലാണ് കേട്ടോ. ഓക്കെ, ഇനി അതായത് ഇവർക്ക് ഇപ്പോഴും യൂസുഫ് നബിയെയും പിന്നെ അദ്ദേഹത്തിന്റെ ബ്രദറിനെയും ഒരു അതർ എന്ന അല്ലെ മറ്റൊരു മാതാവിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ മറ്റൊരു ഭാര്യയിൽ അവരുടെ ഉമ്മ വേറെ ആയതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താനും അവരിപ്പോഴും ആ ഒരു അതർനെസ് അങ്ങനെ ഉണ്ടല്ലോ, ഒരു അപരത്വം, അവർ അപരനാണ് എന്ന ചിന്തയിൽ അവരെ മാറ്റി നിർത്താനുമാണ് ശ്രമിക്കുന്നത്. ഫാമിലികളുടെ അകത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്, സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്, ലോകത്ത് സംഭവിക്കുന്നുണ്ട് അല്ലെ. ഈ അതർനെസ്, മറ്റവൻ, അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വാക്കിന്റെ ചില ഘടനയിലേക്ക്, ഈ വാചകത്തിന്റെ ഘടനയിലേക്ക്, തല്ലാഹി അല്ലെ, തല്ലാഹി എന്നാ പറഞ്ഞത്. തല്ലാഹിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു വല്ലാഹിയുടെ അത് അർത്ഥമാണ്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം അള്ളാഹു ഖുർആനിൽ പല സംഗതികളെ പിടിച്ച് സത്യം ചെയ്യുന്നു. വൽ ഫജ്ർ വലയാലിൻ അഷർ വൽ അസ്ർ വല്ലൈലി ഇദാ യഗ്ഷ അല്ലെ, അങ്ങനെ ഒരുപാട് സംഗതികളെ പിടിച്ച് വത്തീനി വസ്സൈത്തൂൻ വശംസി വളുഹാഹ ഇങ്ങനെയൊക്കെ സത്യം ചെയ്യാറുണ്ട്. അവിടെ ആ സംഗതികളെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ അതിന് നമ്മൾ ആ വാവിന് എന്താ പറയാ, വാവുൽ ഖസം എന്നാ പറയാം. പക്ഷെ തല്ലാഹി എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇമാം ജമഖ്ശരി അദ്ദേഹത്തിന്റെ കശാഫ് തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊരു തഅജ്ജുബിന്റെ സത്യമാണെന്നുള്ളതാണ്. അതായത് ആ പറയുന്ന സംഗതിയിലുള്ള ഒരു അത്ഭുതം, ഒരു ഷോക്ക് ഉണ്ടാവല്ലോ, ഷോക്ക് ആൻഡ് ഓ അല്ലെ, ഒരു 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 അത്ഭുതവും ഒരു സംഭ്രമം ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോ പറയുന്ന ഒരു സത്യമാണ് തല്ലാഹി എന്നുള്ളതാണ്. തീബി അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് റയർലി ഹാപ്പൻസ്, വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിക്ക് പറയുന്ന, അപ്പം എപ്പോഴും ഒരു നോർമലി സംഭവിക്കുന്ന ഒരു സംഗതിക്ക് നമ്മൾ വല്ലാഹിയാണ് പറയാ. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പറയുന്നത് ഓവർവെംഡ് ഇമോഷൻ, അത് ഒരുപാട് വികാര തള്ളിച്ചയിൽ, വികാരം ഒരുപാട് പിന്നെ നമ്മൾ അതിജയിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പറയുന്ന ഒരു സത്യത്തെക്കുറിച്ചാണ് തല്ലാഹി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ വല്ലാഹി നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടും വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് വല്ലാഹി ഐ വാണ്ട് ആൻ ഐസ്ക്രീം എന്ന് പറയാം അല്ലെ, എന്താ അർത്ഥം, എനിക്കൊരു ഐസ്ക്രീം കഴിക്കണോ, ആ കഴിച്ചിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ തല്ലാഹി പറയുമ്പോൾ കുറച്ചുകൂടി എന്താണ്, ഇത്തിരി സീരിയസ്നെസ് ഉണ്ട്, മനസ്സിലായോ? ഇപ്പോ അറബികള് സാധാരണഗതിയിൽ അല്ലെ പെട്ടെന്ന് എപ്പോഴും ഉപയോഗിക്കണം വല്ലാ. അതിനെക്കുറിച്ച് അള്ളാഹ് തന്നെ അക്നോളജ് ചെയ്തിട്ടുണ്ട് ഖുറാനിൽ. ലാ യുആഖിദുക്കും അല്ലാഹു ബില്ലഗ്വി ഫി ഐമാനിക്കും. നിങ്ങൾ ഈ സത്യം ചെയ്യുന്നതിൽ കുറച്ച് തമാശയൊക്കെ കലർത്തിയിട്ടാണ് സത്യം ചെയ്യണമെങ്കിൽ അള്ളാഹ് അതിന്റെ പേരിൽ നിങ്ങളെ പിടിക്കൂല. വലാക്കിൻ മാ തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം പറഞ്ഞ സത്യം ഉണ്ടല്ലോ, അതിന്റെ പേരിലാണ് പിടിക്കുക. ഇപ്പൊ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോൾ വല്ലാഹി ഐ വിൽ കിൽ യു, അറബികളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് തിരിയും അല്ലെ, വല്ലാഹി ഐ വിൽ കിൽ യു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് പിറ്റേന്ന് ഒരു വാക്കത്തിയായിട്ട് അയാളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ സത്യം ചെയ്തു പോയി, നിന്നെ കൊന്നേ പറ്റൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ആ പറഞ്ഞത് ഒരു ലൈറ്റ് ആയിട്ട് എടുത്താൽ മതി. വല്ല പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് എടുക്കാം എന്നാണ്. പക്ഷെ തല്ലാ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സീരിയസ്. ഐ മീൻ വാട്ട് ഐ സേ വാട്ട് ഐ മീൻ എന്ന് പറയുമല്ലോ നമ്മള്. ഞാൻ ഉദ്ദേശിച്ചത് പറയുന്നു, പറയാൻ ഉദ്ദേശിച്ചത് പറയുന്നു, പിന്നെ എന്താണോ ഞാൻ പറയുന്നത് അത് ഞാൻ ഉദ്ദേശിക്കുന്നു, ആ അർത്ഥത്തിലാണ് തല്ലാഹി പറയുക. ഇത് ഖുർആനിൽ വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ മുമ്പും അത് പറഞ്ഞിരുന്നു. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഒരു ഷാബായിരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ വീട്ടിലും നാട്ടിലും ഒക്കെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഹി വാസ് സോ ഡിസ്ഗസ്റ്റഡ് അല്ലെ, അതിൽ വളരെ വെറുപ്പും ദേഷ്യവും രോഷവും ഒക്കെ തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്, തല്ലാഹി ല അഖീദന്ന അസ്നാമക്കും, തല്ലാഹി ല അഖീദന്ന അസ്നാമക്കും, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളൊക്കെ ഇതിനെതിരെ ഒരു പ്ലാൻ, ഒരു കൈത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു പ്ലാൻ, ഒരു സ്കീം ഞാൻ ഉണ്ടാക്കിയിട്ട് ആ വിഗ്രഹങ്ങളൊക്കെ തകർക്കും. എന്ന് മാത്രമല്ല ഇബ്രാഹിം നബി അത് ചെയ്തു അല്ലെ. ഐ മീൻ വാട്ട് ഐ സേ ആൻഡ് ഐ സേ വാട്ട് ഐ മീൻ എന്ന അർത്ഥത്തില്, ഞാൻ ഉദ്ദേശിച്ചതാണ് പറയുന്നത്, ഞാൻ പറയുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ വിഗ്രഹങ്ങളെ തകർക്കുകയും ചെയ്തു. എന്ന് വിചാരിച്ച് നമ്മളാരും പോയിട്ട് പിന്നെ അമ്പലങ്ങളിൽ കയറി വിഗ്രഹം തകർക്കാൻ അത് ന്യായമല്ല കേട്ടോ, അത് വേറെ വിഷയം, അത് നമുക്ക് പിന്നെ വേറെ ചർച്ച ചെയ്യാം. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പറഞ്ഞതിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ആ തല്ലാഹിയുടെ അർത്ഥം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം കേട്ടോ.
ഇനി വേറൊരു പ്രശ്നം ഇതിലുള്ളത്, ഇതിപ്പോ ഇവര് പറഞ്ഞത് ഏത് ഭാഷയിലായിരിക്കും? യൂസുഫ് അലൈഹി ഇസ്ലാമൊക്കെ അറബിയിലാണോ ഇത് പറഞ്ഞ? യൂസുഫ് അലൈഹി ഇസ്ലാം, യാക്കൂബ് നബിയും ഈ സഹോദരങ്ങളൊക്കെ തമ്മിലുള്ള സംഭാഷണം ഖുർആൻ ഇപ്പൊ അറബിയിൽ നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ ഇത് ഇത് ഏത് ഭാഷയിൽ ഇവർ പറഞ്ഞത് ശരിക്കും ഒറിജിനലി? ഹീബ്രു ഹീബ്രു ആണ്. ഹീബ്രു ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് ഹീബ്രു ഭാഷയിൽ പറഞ്ഞത് അള്ളാഹ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം നമുക്ക്. ശരിക്കും അവരെന്തൊക്കെയാ ഉദ്ദേശിച്ചത്, എങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളത് നമ്മൾ വേണമെങ്കിൽ സ്വർഗത്തിലൊക്കെ ചെല്ലുമ്പോൾ അള്ളാഹ് ഒരു വീഡിയോ ഫുട്ടേജ് ആയിട്ട് അന്ന് നടന്ന സംഭവമൊക്കെ ഇങ്ങനെ കാണിച്ചു തരണമെങ്കിൽ നമുക്ക് നല്ല രസമുണ്ടാവും കാണാൻ, അല്ലെ? അതൊരു ഇൻഷാ അള്ളാഹ് അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ സ്വർഗത്തില്. അങ്ങനെ ഒരുപാട് സംഗതികൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അറിയേണ്ടതുണ്ട്, അല്ലെ? ചില സംഗതികൾ ഖുർആനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ അർത്ഥവും അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു കൃത്യമായ കഥയുടെയൊക്കെ ആ കഥയൊക്കെ ഒന്ന് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് അന്ന് സംഭവിച്ചത് അങ്ങനെ തന്നെ കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. അത് ഇൻഷാ അള്ളാഹ് ചിലപ്പോൾ ഒരു പക്ഷെ സ്വർഗത്തിൽ നമ്മൾ വലക്കും ഫീഹ എന്താണ് മാ തദ്ദഊൻ എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്ന ഒരു സ്വർഗമുണ്ട്. അപ്പൊ അവിടെ വേണമെങ്കിൽ നമുക്ക് യൂസുഫ് നബീനോട് തന്നെ ചോദിക്കാം നേരിട്ട് എന്താ സംഭവിച്ചെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോ അത് നമുക്ക് ഇൻഷാ അള്ളാഹ് അവിടത്തേക്ക് മാറ്റി വെക്കാം. പടച്ചോൻ അതിന് തൗഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ്. ആമീൻ. ഈ ഈ ആമീൻ. പറയുന്ന അള്ളാഹു ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഹീബ്രു ഭാഷയില് ഇവര് പറഞ്ഞ ഒരു സംഗതി അള്ളാഹു ആ ഇമോഷൻസ് ഒട്ടും ചോരാതെ അള്ളാഹു നമുക്കത് ട്രാൻസ്ലേറ്റ്. അപ്പൊ ഇതൊരു നമ്മൾ പക്ഷെ ഇത് ഓതുമ്പോ നമ്മളെങ്ങനെ ഓതുക? ഖാലൂ തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ്, അല്ലെ? നമ്മൾ ഓതുന്നതിന് കുറ്റം പറഞ്ഞുകൂടാ, പക്ഷെ ഒരു ഇമോഷനും ഇല്ലാതെയാണ് നമ്മൾ ഇത് ഓതുക, അല്ലെ? കാരണം ഖുർആന്റെ അർത്ഥം അറിയാതെ നമ്മൾ ഇത് പാരായണം ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ തല്ലാഹി അതിന്റെ ഒരു താന്റെ ഒരു ഭംഗിയും താന്റെ ആ ഒരു കസമിന്റെ ഒരു ശൈലിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും. പക്ഷെ അത്രയും ഇമോഷണലി ചാർജ്ഡ് ആയ ഒരു സിറ്റുവേഷനിൽ അവർ പറഞ്ഞ ഒരു വാചകത്തെ അള്ളാഹു അവരുടെ ഭാഷയിൽ നിന്ന് എടുത്ത് നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് ഇവരുടെ പിതാവിനോട് അനുസരണക്കേട് കാണിച്ചതിന്റെ ഒരു ഉദാഹരണമായിട്ട് അള്ളാഹു നമുക്ക് എടുത്തു പറഞ്ഞു തരണം. എങ്ങനെയുള്ള ഒരു പിതാവാണത്? നമ്മൾ ഖുർആനില് പാരന്റിങ്ങിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്തുകളൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ പാരന്റിങ്ങിനെ കുറിച്ച്, അല്ലെ, കുറെ ആയത്ത് കിട്ടും നമുക്ക്. ഇബ്രാഹിം നബിയുടെ ആയത്ത് കിട്ടും, ലുഖ്മാന്റെ ആയത്ത്, ലുഖ്മാൻ തന്റെ മകനെ പറഞ്ഞത്, അങ്ങനെ ഒരുപാട് ആയത്ത് കിട്ടും. പക്ഷെ എല്ലാ ആയത്തുകളും എടുത്ത് പരിശോധിച്ചാൽ അതിൽ പാരന്റിങ്ങിന്റെ ഒരു റോൾ മോഡലായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയ ആളാണ് ആര്? യാക്കൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞ ഒരു വാക്കാണിത്. ശരിക്കും ഖുർആൻ മാതാപിതാക്കളോട് പറയരുത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. എന്താണ്? വലാ തഖുല്ലഹുമാ ഉഫിൻ. നിങ്ങളുടെ മുഖത്ത് ഒരു പുച്ഛത്തിന്റെ ഒരു ലക്ഷണം ഉണ്ടാകുന്നത് പോലും അത്രയും പോലും നിങ്ങൾ കാണിക്കരുത് എന്നാണ്. നിങ്ങളോട് മാതാപിതാക്കളല്ല ആരെങ്കിലും ഒരാള് നിങ്ങളെ വിഷമിപ്പിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ചില മാതാപിതാക്കൾ അങ്ങനെയും ഉണ്ടാകാം, മക്കളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന മക്കളുണ്ടാവും. പക്ഷെ എത്രയൊക്കെ വിഷമിപ്പിച്ചാലും നിങ്ങൾ അവരോട് വലാ തഖുല്ലഹുമാ ഉഫ്ഫൻ, ഈ ഷിർക്ക് ചെയ്യാൻ പോലും കൽപ്പിച്ചാൽ, ഷിർക്ക് ചെയ്യാന്നുള്ളത് അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമുണ്ടോ? അത് ചെയ്യാൻ പോലും കൽപ്പിച്ചാൽ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞാൽ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ആ മാതാപിതാക്കളോട് പോലും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം എന്ന് പഠിപ്പിച്ച ഖുർആൻ, അത് പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ മക്കൾ അദ്ദേഹത്തോട് പെരുമാറുന്ന ഒരു ഡിസൊബീഡിയൻസിന്റെ, അനുസരണക്കേടിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വാചകം ഇങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. ഹിബ്രു ഭാഷയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു വീട്ടിൽ, ഒരു പക്ഷെ ആ വീട് പോലും ഇടിഞ്ഞു വീഴാറായ ഒരു വീടായിരിക്കാം, ഒരു മരത്തിന്റെയോ ഒരു ഓലപ്പുരയോ ഒക്കെ ആയിരിക്കാം. ആ വീട്ടിൽ നടന്ന ആരും കേൾക്കാത്ത ഒരു സംഭാഷണം, ആരും റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത ഒരു സംഭാഷണം, ആരും സോഷ്യൽ മീഡിയയിൽ റീൽസ് ആയിട്ടോ എന്താ പറയാ വീഡിയോ പോസ്റ്റ് ആയിട്ടോ യൂട്യൂബിൽ അപ്ലോഡോ ഒന്നും ചെയ്യാത്ത ഒരു സംഭാഷണം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരണം. എന്താ അതിന്റെ ലക്ഷ്യം? ടു ടെൽ us how disobedient were these people. ഇത് ഒരു വീട്ടിൽ സംഭവിച്ചുകൂടാത്തതാണ്, ഒരു പിതാവിനോട് ചെയ്തുകൂടാത്തതാണ്. പ്രത്യേകിച്ചും ഇത്രയധികം വിഷമം സഹിക്കുന്ന ഒരു പിതാവ്. അത് പറയുന്നതിന്റെ ഉദ്ദേശം ദിസ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ പറയുന്ന വാചകം എല്ലാവരോടും,
പിതാവിനോട് മാത്രമല്ല, നിങ്ങൾ പരസ്പരം പറയുന്ന വാചകങ്ങൾ. പവർ ഓഫ് വേർഡ്സ് എന്ന് കേട്ടല്ലേ? അല്ലെ, വേർഡ്സിന് പവർ ഉണ്ട് അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പവർ ഉണ്ട്. ആ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവപ്പെട്ട ഒരു സംഗതി. ഇപ്പൊ ഞാൻ നേരത്തെ യാക്കൂബ് നബീനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ യാക്കൂബ് നബീനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സെന്റൻസ് ഉണ്ട് സൂറത്തുൽ ബഖറയിൽ. അം കുൻതും ശുഹദാ ഇത് ഹളറ യാക്കൂബ് അൽ മൗത്ത് ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. തന്റെ മരണമാസന്നമായ ഒരു ഘട്ടത്തിൽ മരണശയ്യയിൽ കിടന്നുകൊണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് ഉപദേശിക്കുന്ന സംഗതി എന്താ? എന്റെ ആ സ്വത്ത് നിങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സ്വത്തൊന്നും വിട്ടേച്ചു വരാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇതൊന്നും അല്ല പറയുന്നത്. എന്റെ കച്ചവടം, എന്റെ ഇതിനെക്കുറിച്ച് ഒന്നുമല്ല പറയുന്നത്. മറിച്ച് അദ്ദേഹം മരണക്കിടക്കയിൽ മക്കളോട് വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? മാ തഅബുദൂന മിൻ ബഅദി. എനിക്ക് ശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്ത് ചെയ്യും? എനിക്ക് ശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്ത് ചെയ്യും? ഈ ഒരൊറ്റ ചോദ്യമാണ് അദ്ദേഹം സ്വന്തം മക്കളോട് ചോദിക്കുന്നത്. അവർ അപ്പൊ പറയുന്നു ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ അബായിക ഇബ്രാഹിമ വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ. ഞങ്ങൾ താങ്കളുടെയും താങ്കളുടെ പിതാക്കളായിട്ടുള്ള ഇബ്രാഹിമിന്റെയും ഇസ്ഹാഖിന്റെയും ആ ഒരൊറ്റ അള്ളാഹുവിനെ മാത്രം, അവന് മാത്രം വഴിപ്പെട്ട് ഞങ്ങൾ ജീവിക്കും എന്ന് ആ മക്കൾ മൊത്തം അദ്ദേഹത്തെ ബോധിപ്പിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ പാരന്റിങ്ങിന്റെ ഒരു റോൾ മോഡലായിട്ടുള്ള ഒരു പിതാവ് മക്കളോട് എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ അദ്ദേഹം അവരോടുള്ള സ്നേഹത്തിൽ എന്തെങ്കിലും കുറവ് കാണിച്ചിട്ടല്ല, മറിച്ച് അവർക്ക് തന്നെ തോന്നിയ ഒരു അസൂയയുടെയും അവർ തന്നെ തെറ്റിദ്ധരിച്ചതിന്റെയും ഫലമായിട്ട് അവർ അദ്ദേഹത്തെ അതികഠിനമായ ഒരു ദുഃഖത്തിൽ അകപ്പെടുത്തി. അതും 10-40 വർഷത്തോളം, 4 ദശാബ്ദത്തോളം അദ്ദേഹത്തെ ദുഃഖത്തിൽ അകപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം ആ ദുഃഖം ഇത്രയും വർഷം കടിച്ചമർത്തിക്കൊണ്ട് ജീവിച്ചു. പക്ഷേ രണ്ടാമത്തെ മകനും പോയ ഒരു ഘട്ടത്തിൽ ആ ദുഃഖം ഒത്തിരി അണപൊട്ടി ഒഴുകിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം മക്കളെ കുറിച്ചാണ് അള്ളാഹു നമ്മളോട് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ്സ് നോട്ട് സില്ലി. അതൊരു സിമ്പിൾ കാര്യമല്ല, മറിച്ച് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കേൾക്കണം. ഇനി നമ്മൾ തല്ലാഹി പറഞ്ഞു. ഇനി തഫ്തഉ എന്ന് പറയുന്നത് അറബിയിലെ ഒരു പ്രയോഗമാണ്. അത് ശരിക്ക് ലാ യഫ്തഉ ലാ തഫ്തഉ മാ ഫതിഅ ഒരു വെർബാണ്. ഫതിഅ എന്നുള്ള വെർബാണ്. ആ വെർബിന്റെ മുമ്പില് മാ വരും, മാലി ആണെങ്കിൽ. മുലാരി ആണെങ്കിൽ ലാ വരും. ലാ തഫ്തഉ മാ ഫതിഅ എന്നൊക്കെയുള്ള അതിന്റെ മീനിങ് അത് രണ്ടും ഒന്നിച്ചവരാ. അഫ്ആല് നാഖിസ അല്ലെങ്കിൽ അഫ്ആൽ നവാഖിസ് എന്ന് പറയും അറബിയിൽ. അതായത് കാന അഖ്വാത്തിന്റെ അതേ ശൈലിയിലാണ് അത് വരിക. അതിന്റെ മീനിങ് ഇതാണ്. നമ്മളിപ്പം ഇംഗ്ലീഷിൽ പറയല്ലോ, ഐ വോണ്ട് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്, ഐ വോണ്ട് സ്റ്റോപ്പ് ക്രൈങ്. എനിക്ക് കരയാതിരിക്കാൻ ആവില്ല, കരച്ചിൽ എനിക്ക് നിർത്താൻ പറ്റില്ല. ഫത്തിആണ് അർത്ഥം എന്താണ്? ടു സീസ്, ടു ഡിസ്കണ്ടിന്യൂ. ഒരു സംഗതി നിർത്തുക, അത് പിന്നെ എന്താ പറയാ, ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്നാണ്. അപ്പൊ മാ ഫത്തിഅ എന്ന് പറയുമ്പോൾ കനോട്ട് സീസ് അല്ലെങ്കിൽ വിൽ നോട്ട് സീസ്, വിൽ നോട്ട് ഡിസ്കണ്ടിന്യൂ. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, മലയാളത്തിൽ പറയണമെങ്കിൽ എനിക്ക് കരയാതിരിക്കാനാവില്ല, എനിക്ക് അത് ചെയ്യാതിരിക്കാനാവില്ല, എനിക്ക് നോക്കാതിരിക്കാനാവില്ല, എനിക്ക് പറയാതിരിക്കാനാവില്ല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ അല്ലെ? ആ ഒരു പ്രയോഗമാണ് ലാ തഫ്തഉ. അപ്പൊ ഇവിടെ ഈ ലാ ഇവിടുന്ന് മാറ്റി വെച്ചിരിക്കുന്നു അല്ലെ? ലാ ഇല്ല ഇവിടെ. തല്ലാഹി ലാ തഫ്തഉ എന്ന് പറയാതെ തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ്. അപ്പൊ വേണമെങ്കിൽ നമുക്കതിനെ പ്രാസൊപ്പിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞതാണ്. അങ്ങനെയല്ല അത് ശരിക്ക്. അതായത് പോയട്രിയില്, കവിതയിലും ഇമോഷണൽ ഘട്ടങ്ങളിലും ഇത്തരം അറബി ഭാഷയില് പ്രയോഗങ്ങളില് പ്രത്യേകിച്ച് കവികൾ ഇങ്ങനെ ഉപയോഗിച്ചായിട്ട് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതായത് കവിതകളിലും അതുപോലെ തന്നെ ഇമോഷണൽ സ്പീച്ചസിലും ആ ലാ കളഞ്ഞാലും അതിന്റെ അർത്ഥം സെയിം തന്നെയാണ്. അതും ഭാഷയുടെ ഒരു ഗ്രാമറ്റിക്കൽ അത് വിശദീകരിക്കണമെങ്കിൽ കുറെ പറയാനുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇത്ര മതി കേട്ടാ. എന്താണ് അതിന്റെ അർത്ഥം? തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ്. താങ്കൾ യൂസുഫിനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ താങ്കൾക്ക് ആവുന്നില്ലല്ലോ. മീനിങ്, ഇപ്പോഴും യൂസുഫിനെ കുറിച്ച് ഓർക്കുകയാണോ? ഇപ്പോഴും യൂസുഫിനെ കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണോ? ഷൗട്ട് ചെയ്യുന്ന രൂപത്തിൽ, യെല്ലിങ് അല്ലെ, ആ ഒരു ഭാഷയിലാണ് അവര് താങ്കൾ സ്റ്റിൽ ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും. അപ്പോൾ ഒരു ഹൈലി ഇമോട്ടീവ് സ്റ്റേറ്റിൽ, ഒരു വളരെ വൈകാരികമായ ഒരു സന്ദർഭത്തില് ഇങ്ങനത്തെ പദപ്രയോഗങ്ങൾ ലാ തഫ്തഉന് പകരം തഫ്തഉ എന്ന് പറഞ്ഞാലും
സെയിം മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഒരു നോർമൽ സ്പീച്ച് അല്ല അത്, മറിച്ച് ഒരു ഹൈലി ഇമോട്ടീവ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. അതുകൊണ്ടാണ് അവിടെ ലാ കളഞ്ഞിട്ട് തഫ്ത എന്ന് പറഞ്ഞത്. അത് മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ക്ലിയർ ആണോ? യെസ് ഓർ നോ? Yes, yes. യെസ്, ഓക്കെ. ഇടക്കിടക്ക് ചോദിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയല്ലോ. ഓക്കെ, അപ്പം നോൺ സ്റ്റോപ്പ്. ഹലോ, എങ്ങനെ? ഇതില് ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല. ഖുർആൻ എവിടെയും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടില്ല. ഖുർആൻ എവിടെയും എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ടില്ല. ഖുർആൻ കോമ, കുത്ത് ഇതൊന്നും ഇട്ടിട്ടില്ല. ആകെപ്പാട ആയത്തിന്റെ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് അതിനാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഖുർആന്റെ വചനങ്ങളെ കുറിച്ച്. ആ ചിന്തയാണ് നമ്മളിപ്പോ നടത്തുന്നത് കേട്ടാ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണോ, ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടണോ എന്നൊക്കെ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കണം കേട്ടാ. എവിടെയെങ്കിലും ഖുർആൻ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടിട്ടുണ്ടോ മുസഫില് എവിടെയെങ്കിലും? ഇല്ല, മാ അങ്ങനെ ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമല്ലോ, മാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഉദാഹരണത്തിന് സൂറത്തുൽ മുൽക്ക് ഓതാറില്ലേ എല്ലാ ദിവസവും രാത്രി? ഓതാറുണ്ടോ? എപ്പോഴും ഇല്ല. അവിടെ അള്ളാഹ് ചോദിക്കുന്നുണ്ട് അല്ലെ, അമ്മൻ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? അവൻ നിങ്ങളുടെ ഭക്ഷണം തരുന്നത് നിർത്തിയാൽ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മനസ്സിലിടണം കേട്ടാ. മുസഫിൽ നമ്മൾ കാണൂല. അപ്പം അതാണ് ഖുർആൻ വെറുതെ അർത്ഥമറിയാതെ അല്ല പാരായണം ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു തെളിവ് കൂടി അതാണ്. ഓക്കെ, ദാറ്റ്സ് എ ബിഗ് സബ്ജക്ട്. നമുക്കത് മറ്റൊരു സന്ദർഭത്തിൽ വേണമെങ്കിൽ വിശദീകരിക്കാം കേട്ടാ. അപ്പൊ ഇവിടെ അതാണ് ഈ തല്ലാഹി തദ്കുറു യൂസുഫ്. ആ ഒരു പ്രയോഗത്തിന്റെ പിന്നെ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റും ആ പ്രയോഗത്തിന്റെ ഒരു ശൈലിയുടെ രൂപം മനസ്സിലായല്ലോ അല്ലെ? തല്ലാഹി തദ്കുറു യൂസുഫ് എന്ന് പറയുന്നത് താങ്കൾ അള്ളാഹുവാണ്, താങ്കൾ ഇപ്പോഴും യൂസുഫിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണോ? ഹത്താ തകൂന ഹറളൻ, താങ്കൾ മരണപ്പെട്ടു പോകും, ഡൈ ഓഫ് സിക്നസ്. അപ്പം ആ ഹറൽ എന്നുള്ളത് കുറച്ച് അധികം വിശദീകരിക്കാണ്ട് ഞാനത് ഒത്തിരി മാറ്റി വെച്ചിട്ട് ഒരുപാട് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, അതിന് 20 മിനിറ്റ്സ് കൊണ്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയണ്ട. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഖുർആൻ ഈ ഒരു ആയത്ത് നമുക്കൊരു പാഠമായിട്ട് വെച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് എന്ത്? ലഖദ് കാന ഫി യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസായിലിൻ. യാക്കൂബ് നബിയിൽ നമുക്ക് പാഠമുണ്ട്, യൂസുഫ് നബിയിൽ നമുക്ക് പാഠമുണ്ട്. ഒരുപാട് പാഠങ്ങൾ നമ്മൾ യൂസുഫ് നബിയുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് പഠിച്ചു. ഇപ്പോ ഈ ഒരു വാചകം അള്ളാഹു സുബ്ഹാനഹു തആല ഇവരിൽ നിന്ന് കോട്ട് ചെയ്തതിലൂടെ മോശം മനുഷ്യരിൽ നിന്നും നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെസനാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അതായത് സ്വന്തം തങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു പിതാവിനോട്, സ്വന്തം മകൻ നഷ്ടപ്പെട്ടിട്ടും തങ്ങളെ കുറ്റപ്പെടുത്താത്ത ഒരു പിതാവിനോട്, രണ്ടാമത്തെ മകനും നഷ്ടപ്പെടുമ്പോ സബറുൻ ജമീലിന്റെ ഏറ്റവും മനോഹരമായ പ്രതീകമായ ഒരു പിതാവിനോട്, ആ പിതാവിനോട് പോലും പ്രവാചകന്റെ മക്കളായ ചിലർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അത് എവിടെയാണ് കൊള്ളുന്നത്, ആർക്കാണ് കൊള്ളുന്നത്, ആരുടെ മനസ്സിനെയാണ് വേദനിപ്പിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. കാരണം ചില വാചകങ്ങളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വതഹ്സബൂനഹു ഹയ്യിനൻ, നിങ്ങൾ അതിനെക്കുറിച്ച് അത് നിസ്സാരമായിട്ട് കരുതും. നിങ്ങൾ തന്നെ ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഭാര്യ ചോദിക്കും അല്ലെങ്കിൽ ഭർത്താവ് ചോദിക്കും, മിക്കവാറും അല്ലെ ഏത് ഭാഗത്തുനിന്നാ ചോദിക്കണമെന്ന് എനിക്ക് അറിയുന്നതാണ്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് എന്നെ പക്ഷം പിടിക്കുന്ന ആളായിട്ട് നിങ്ങൾ കരുതും എന്നതുകൊണ്ട് ഞാൻ പറയണത്, അന്ന് അങ്ങനെ പറഞ്ഞല്ലോ. ഒരു 40 വർഷം മുമ്പായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ ഇപ്പോഴും അത് പറയും, അന്ന് അങ്ങനെ പറഞ്ഞല്ലോ. ആ അന്നങ്ങനെ പറഞ്ഞല്ലോ എന്നത് 10-20 വർഷത്തിന് ശേഷവും ഒരു ഭാര്യക്ക് അല്ലെങ്കിൽ ഒരു ഭർത്താവിന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അന്ന് പറഞ്ഞത് എന്താണ്? ഗൗരവപ്പെട്ടാണ്. അപ്പൊ നമ്മൾ പറയരുത്, അത് പറഞ്ഞ ആള് പറയരുത്, അത് ഞാൻ വളരെ ലൈറ്റായിട്ട് പറഞ്ഞല്ലേ, തമാശയായിട്ട് പറഞ്ഞല്ലേ. തഹ്സബൂനഹു ഹയ്യിനൻ, നിങ്ങൾ അത് വളരെ നിസ്സാരമായി കരുതുന്നു. വഹുവ ഇൻദല്ലാഹി അലീം, അള്ളാഹുവിന്റെ അടുക്കൽ അത് ഭയങ്കരമാണ്. അപ്പൊ ചില വാക്കുകൾ കുടുംബത്തിൽ പ്രത്യേകിച്ച് മറ്റുള്ളവരടുത്ത് പറഞ്ഞ വിവരം അറിയും അല്ലെ, പുറത്തു പോയി പറഞ്ഞാൽ ചിലപ്പോൾ വിവരം അറിയും. അപ്പൊ കുടുംബത്തിലാണ്, നമുക്ക് അധികാരമുള്ള സ്ഥലത്താണ്, നമുക്ക് സ്വാധീനമുള്ള സ്ഥലത്താണ് ഇത്തരം സംഭാഷണങ്ങൾ കൂടുതൽ നടക്കുക. ഇപ്പൊ ഒരു വയസ്സായ പിതാവാണിത്, ആ പിതാവിന് ഒന്നും ഞങ്ങളെ ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർക്ക് അറിയാം.
അങ്ങനെ ഒരു ഫാമിലിയിൽ നടന്ന ഈ സംഭാഷണത്തെ ഇത്ര ഗൗരവത്തിൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ എടുത്ത് കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പരലോകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടുത്തെ ഒരു സംഗതിയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താണ്? നാളെ പരലോകത്ത് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. നിങ്ങൾ പറഞ്ഞ എത്ര ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും അതൊന്നും അണുകിട വിടാതെ അള്ളാഹു അവിടെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ടല്ലോ, എല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ഒരു രംഗമുണ്ട്. അപ്പം പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികൾ, അതൊക്കെ വളരെ സൂക്ഷിച്ച് അത് അതിനെക്കുറിച്ചിട്ടുള്ള അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ബോധത്തോടു കൂടി വേണം നിങ്ങൾ പറയാൻ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു മനുഷ്യനും ഒരു വാചകം ഉച്ചരിക്കുന്നില്ല, അവന്റെ രണ്ട് പക്ഷത്തും അല്ലെ ഒരു റഖീബ്, ഒരു അതീദ്, ഒരു നിരീക്ഷകൻ, ഒരു രേഖപ്പെടുത്തുന്ന ആള്. ഇവര് രണ്ടുപേരും ഇല്ലാതെ നിങ്ങൾ ഒരു വർത്താനം പോലും, ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്ന് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് പോലും ഇന്നക തഅലമു ഖാഇനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണും കൊണ്ട് നിങ്ങൾ കട്ടുനോക്കുന്നതും ആ വഞ്ചനയുടെ നോട്ടമുണ്ടല്ലോ അതും, വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും ഒക്കെ അറിയുന്ന ഒരു നാഥനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ ഇവിടെ ഇവർ ചെയ്യുന്നത് തങ്ങൾക്ക് തോന്നിയ ആ ഗിൽറ്റി കോൺഷ്യസിനെ, ആ ഒരു മനസാക്ഷി കുത്തിനെ അവരെന്ത് ചെയ്യാണ്? ഒരു യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് നേരെയുള്ള ഒരു ദേഷ്യത്തിന്റെ രൂപത്തിൽ, അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ. അതായത് യൂസുഫിനെ താങ്കൾ കുറിച്ച് ഇപ്പൊ പറഞ്ഞു എന്നതാണ് പ്രശ്നം, അല്ലാതെ യൂസുഫിനോട് ഞങ്ങൾ ചെയ്തതല്ല പ്രശ്നം. ഞങ്ങൾ യൂസുഫിനോട് ചെയ്തത് ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നു. ആ മറക്കാൻ ശ്രമിക്കുന്നതിനെ താങ്കൾ യൂസുഫിനെ കുറിച്ച് ആലോചിച്ചിട്ട് അത് പറഞ്ഞിട്ട് ഞങ്ങളെ വിഷമിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? ആ സംഗതിയുടെ ഗൗരവം ആലോചിക്കണ്ട നമ്മള്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ആലോചിച്ച് നോക്കിയേ. യൂസുഫിനെ ഞങ്ങൾ അപ്രത്യക്ഷനാക്കി അല്ലെ, ഞങ്ങൾ പോയി കിണറ്റിലിട്ടു, എവിടെ പോയത് ഞങ്ങൾക്ക് തന്നെ വരൂല. അതല്ല പ്രശ്നം. ഇപ്പൊ പ്രശ്നം എന്താ? ഇത്രയും കാലമായിട്ട് താങ്കൾ അത് മറക്കാതെ ആ യൂസുഫിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. അതിലൊരു വൈരുദ്ധ്യം, ഒരു ഐറണി, ആ ഒരു വിരോധാഭാസം. അതായത് ഇപ്പൊ ഒരു കള്ളനെ പോലീസ് പിടിച്ചു കഴിയുമ്പോ പോലീസിനോട് കള്ളം തിരിഞ്ഞെന്ന് ചോദിക്കണ്, നിനക്കെന്താണോ എന്നെ പിടിക്കാൻ അധികാരം? ഏതുപോലെ ഇന്നിപ്പോ നമ്മൾ കാണുന്നില്ലേ, ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല വാർത്തകൾ വായിച്ചാലും കള്ളം പോലീസിനോട് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കണ്, നീയാണോ എന്നെ പിടിക്കണത്? അല്ലെ, അങ്ങനെ ആ ഒരു ടേബിള് തിരിച്ചിടുന്ന അല്ലെങ്കിൽ സ്റ്റോറി ഫ്ലിപ്പ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ശരിക്ക് ഇവിടെ കാണുന്നത്. അത് വാസ്തവത്തിൽ പിശാജിന്റെ ഒരു സ്ക്രിപ്റ്റ് ആണ്. ഒരു പിശാജിന്റെ അങ്ങനെയാണ് പിശാജ് തോന്നിക്കുന്നത്. അതായത് നമ്മളെക്കുറിച്ച് നമ്മൾ ചെയ്ത ഒരു കുറ്റത്തിൽ ഒരു കുറ്റബോധം തോന്നാതിരിക്കുമാറ് പിശാജ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കും. എന്ത്? നമ്മൾ ചെയ്തതല്ല കുറ്റം, മറിച്ച് നമ്മുടെ കുറ്റത്തെക്കുറിച്ച് മറ്റുള്ളവൻ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ ആക്ഷേപം അയാളെ തിരിച്ച് ആക്ഷേപിക്കാനും ഒക്കെ നമ്മൾ മുതിരുന്ന ഒരു അവസ്ഥ, അത് പ്രധാനപ്പെട്ട ഒരു സംഗതി. ആ ഫ്ലിപ്പിംഗ് ദ സ്ക്രിപ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു ഹൃദയശൂന്യമായ ഒരു പ്രവൃത്തിയാണ് അവരാ ചെയ്തത് എന്നതാണ് ഈ ആയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. അതായത് ഒരു മനുഷ്യൻ, ഒരു വയസ്സായ ഒരു പിതാവ്, അദ്ദേഹത്തെ ബാധിച്ച ദുഃഖം ഇതുവരെ കടിച്ചമർത്തി ഇങ്ങനെ ആരോടും പറയാതെ ആരെയും വിഷമിപ്പിക്കാതെ പോകുന്ന ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തൻ്റെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നഷ്ടപ്പെട്ടു പോയ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുത്രനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പിതാവിനെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, ഹൃദയശൂന്യമായ, വളരെ ക്രൂരമായ, നീചമായ ആ ഒരു ദുഷിച്ച മനസ്സിനെ അള്ളാഹു ഇവിടെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ. ഇനി തക്കൂന ഹറലൻ, ഹത്താ തക്കൂന ഹറലിനെ കുറിച്ച് ആ വാക്ക് കുറച്ചധികം പറയാനുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ പറയാം. ഹറൽ എന്നുള്ള പദം അറബിയിൽ പല രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് അൽ ലഹ്രീൽ എന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിന്റെ അർത്ഥം ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തു. അതായത് ഇപ്പൊ സിമന്റ് പോലെ രണ്ട് വസ്തുക്കൾ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പശ പോലെ ഉപയോഗിക്കുന്ന ഒരു പദത്തിന്, അങ്ങനത്തെ ഒരു വസ്തുവിന് ഇഹ്രീൽ എന്ന അറബി പറയാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഹറലിന്റെ ഒരു അർത്ഥം. ഈ അർത്ഥമൊക്കെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് എന്താണ് അതിന്റെ കൃത്യമായ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സൗബ് മുഹറൽ എന്ന് പറയും. അതായത്
ഒരു വസ്ത്രം, ഈ വസ്ത്രത്തിൽ വസ്ത്രം സാധാരണ ഇതിൽ വെള്ളയായിരിക്കും അല്ലെ, ആ വസ്ത്രത്തിൽ ഡൈ ചേർക്കുമ്പോഴാണ് അതിന് കളർ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ കളർ ചേർത്ത വസ്ത്രം, ആ ഡൈ ഒരിക്കലും പെട്ടെന്ന് ഇങ്ങോട്ട് പുറത്ത് വരൂല, ഇങ്ങനെ മാറിപ്പോവില്ല. കാരണം വസ്ത്രത്തിൽ ഡൈ ചേർത്താൽ പിന്നെ അത് മാറിപ്പോന്നാൽ പിന്നെ ആ വസ്ത്രത്തിന് ആ കളർ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഡൈഡ് ഡ്രസ് എന്നുള്ള അർത്ഥത്തിൽ സൗബ് മുഹറൽ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഹുർലിന് വേറൊരു അർത്ഥമുണ്ട്. ഈ ഡൈ നീക്കിക്കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനും ഹുർല് പറയും. അങ്ങനെ ഉണ്ടല്ലോ. അതായത് ഈ ചില സംഗതികൾ, ഈ വാക്സിൻ ഉണ്ടല്ലോ, വാക്സിൻ അങ്ങനെയാണല്ലോ അല്ലെ. വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ രോഗത്തിന്റെ അണു തന്നെ നമ്മളിൽ കുത്തിവെക്കണം അല്ലെ. എന്തിനാ അത് കുത്തിവെക്കണം? നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ അല്ലെ. അതുപോലെ ഈ ഡൈക്ക് പറയും, പക്ഷെ ആ ഡൈനെ നീക്കുന്ന സോപ്പിനും ഈ ഹുർല് എന്ന പദം ഉപയോഗിക്കാറുണ്ട് കേട്ടാ. ഓക്കെ. പിന്നെ വേറൊരർത്ഥം, ഹുർലിന്റെ വേറൊരർത്ഥം ഒരു സ്കിന്നി ഗ്രീൻ വിതറിങ് പ്ലാന്റ്, അതായത് ഒരു വളരെ മെലിഞ്ഞൊട്ടിയ പ്ലാന്റ്. ആ പ്ലാന്റ് ഇങ്ങനെ ഒരു ചെടി, ആ ചെടി ഇങ്ങനെ തളർന്നുകൊണ്ടേയിരിക്കുന്നു, തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന. ഇപ്പൊ ശരിക്കും വാസ്തവത്തിൽ മരുഭൂമിയിൽ, ജോർദാനിലും സിറിയയിലും ഒക്കെയുള്ള മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരു അത്തരം ഒരു ചെടിക്ക് ഹുർല് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അറബികൾ ഹുർല എന്നൊരു പദം പ്രയോഗിച്ചിരുന്ന ഒരാളാണ് ഈ പിന്നെ ചൂതാട്ടം നടക്കുമ്പോൾ ആ ചൂതാട്ടത്തില് പിന്നെ ഈ അമ്പുകൾ എടുത്തു കൊടുക്കുന്ന ഒരാളുണ്ട് അല്ലെ. അമ്പുകൾ ഇട്ടിട്ടാണ് ചൂതാട്ടം നടത്തുക. ഒരു അമ്പ് തെരഞ്ഞെടുക്കും അല്ലെ. നമ്മുടെ നാട്ടിലെ ഈ ചീട്ട് കളിക്കുമല്ലോ, ചീട്ട് കളിക്കുമ്പോൾ ആ ചീട്ടുകളിയിൽ ചീട്ട് മറിക്കാനും നിരത്താനും ഒക്കെ ഒരാളെ ഏൽപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഒരാൾ ഹുർല. ഇതൊക്കെയാണ് ശരിക്കും ഈ ഹുർല എന്നുള്ള പദത്തിന്റെ പിന്നെ ബേസിക് മീനിങ്. ഇനി നമ്മുടെ ഈ സംഭവമായിട്ട് ഔ തക്കൂന, ആരും എന്നോട് ചോദിച്ചോ? എന്തെങ്കിലും ചോദിക്കാൻ വന്നോ? ഓക്കെ. ഔ തക്കൂന ഹറലൻ അല്ലെ, ഹത്താ തക്കൂന ഹറലൻ എന്ന് പറഞ്ഞതുമായിട്ട് ഇതിനുള്ള ബന്ധം എന്താ? അതായത് നമ്മൾ പറഞ്ഞു അതിന് ഒരു യാക്കൂബ് നബി അലൈഹിസ്സലാം ദുഃഖത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം മെലിഞ്ഞൊട്ടി, അങ്ങനെ ഉണ്ടല്ലോ. ദുഃഖം വല്ലാതെ ഒരാളെ ബാധിക്കുമ്പോൾ, ഞാൻ അത് കഴിഞ്ഞ ആയത്ത് വിശദീകരിച്ചപ്പോഴും പറഞ്ഞു, മാനസികമായ വിഷമങ്ങൾ എന്തുപറ്റും? നമ്മുടെ ശരീരത്തിൽ പ്രകടമാകും. ആ പ്രകടമാകുന്ന രീതി എങ്ങനെയാണ്? സ്കിന്നി ആയിട്ട് മാറും നമ്മൾ. മാത്രമല്ല ഒരു സാഡ്നെസ് ഏറ്റവും അധികമാകുമ്പോൾ ആ സാഡ്നെസ് തന്നെ നമ്മളെ കൊന്നുകളയോ നമ്മളെ മരിക്കാൻ കാരണമാക്കുമോ എന്നൊരു അവസ്ഥയിലെത്തും. നടക്കാനും ബോഡിയും മനസ്സും ഒക്കെ ആകെ ഡിറ്റീരിയറേഷൻ ആയിട്ട് മാറും. പിന്നെ ഒരു മരണക്കിടക്കയിൽ ഒരാൾ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ എത്തിപ്പെടും. ആ ഒരു അവസ്ഥയ്ക്കാണ് വാസ്തവത്തിൽ എന്ത് പറയാ, തക്കൂന ഹറലൻ. വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ ആ ഒരു പിന്നെ ഈ കളർ, വസ്ത്രത്തിന്റെ കളറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ വസ്ത്രത്തിൽ നിന്ന് ആ ഡൈ നീങ്ങിപ്പോകൂല എന്ന് പറഞ്ഞാൽ ആ ദുഃഖം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട്, ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ആ ദുഃഖത്താൽ അദ്ദേഹം സ്കിന്നി ആയിട്ട് മാറി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സ്കിന്നി ട്രീനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ. അപ്പൊ അത്രത്തോളം മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുമോ എന്നതാണ് ഇവർ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദം. ഇനി ഇതേ പദം ഉപയോഗിച്ചിട്ട് അള്ളാഹു ഹർറിൽ മുഅ്മിനീന അലൽ ഖിതാൽ, സത്യവിശ്വാസികളെ താങ്കൾ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ഈ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവുമല്ലോ ആളുകൾക്ക്. ആശങ്കകൾ എന്താ? മരണപ്പെടുവോ, അല്ലെങ്കിൽ പരാജയപ്പെടുവോ, അതല്ലെങ്കിൽ ഞങ്ങളുടെ സമ്പത്തൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ അത്തരം മോശം ചിന്തകളെ മാറ്റിയെടുത്തിട്ട്, അതാണ് ആ കറ നീക്കിക്കളയാ, ഡൈ നീക്കിക്കളയാ എന്ന് പറഞ്ഞല്ലോ. അത് മാറ്റിയിട്ട് ഈ പ്രധാനപ്പെട്ട സംഗതികളിലേക്ക് അവരെ പ്രേരിപ്പിക്കുക, അതാണ് ഹർറിൽ. ആ പദം അങ്ങനെ വന്നാണ്. എനിവേ, നമുക്കിപ്പോൾ അതിന്റെ വാക്കർത്ഥം ഇങ്ങനെയൊക്കെ വന്നു, ഇതിന്റെ റൂട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നത് മാറ്റി വെച്ചു കഴിഞ്ഞാലും ബേസിക്കലി അതിന്റെ അർത്ഥം ഇതാണ്: ഫസാദുൽ ജിസ്മി വൽ അഖൽ. ഒരാളുടെ ദുഃഖം കൊണ്ട് മനസ്സും ശരീരവും നശിച്ചു പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദുരവസ്ഥയിലായി പോകുന്ന ഒരു അവസ്ഥയ്ക്കാണ് തക്കൂന ഹറലൻ എന്ന് പറയുന്ന ആ അവസ്ഥ. ഓക്കെ. അതിന്റെ ഒരുപാട് സോഴ്സ് മീനിങ് ഒന്നും നമ്മൾ വല്ലാതെ പഠിക്കണമെന്നില്ല, പക്ഷെ അത് വിശദീകരിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇനി യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഈ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഈ ദുഃഖവും ഈ സങ്കടവും കാരണം വളരെ മെലിഞ്ഞൊട്ടിയ ഒരവസ്ഥയിലായി ഓൾറെഡി ആയി പോയിട്ടുണ്ട്. അപ്പൊ ആ ആയിപ്പോയതിനെ കുറിച്ച് അവർ പറയാണ് ഹത്താ തക്കൂന ഹറലൻ. അങ്ങനെ മെലിഞ്ഞൊട്ടിയ അവസ്ഥയിൽ താങ്കൾ മരിച്ചു പോകാനാണോ താങ്കളുടെ പരിപാടി? ഔ തക്കൂന മിനൽ ഹാലിക്കീൻ, അല്ലെങ്കിൽ ഒരു
ആ പറയുന്നതും വളരെ ക്രൂരമായ ഒരു പ്രയോഗമാണ്. ഈ ഹാലിക്ക് എന്ന് പറയുന്നത് മറ്റൊരാളെ കൊല്ലുകയല്ല, മറിച്ച് സ്വയം തന്നെ നാശത്തിൽ അകപ്പെടുത്തുന്നതിനാണ് ഹാലിക്ക് എന്ന് പറയാം. ആ ഹാലിക്ക് എന്നത് പറയുന്നത് മാത്രമല്ല, തക്കൂന മിനൽ ഹാലിക്കിൻ, അങ്ങനെ ഇതിനു മുമ്പ് മരിച്ചുപോയ കുറെ പേരുണ്ട്, അവരിൽ താങ്കൾ ഉൾപ്പെടാൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞാൽ, താങ്കൾ ഇങ്ങനെ മരിച്ചുപോയ ആളുകളിൽ നിന്ന് പാഠം പഠിക്കണം എന്ന ഒരു ക്രൂരമായ ഉപദേശമാണ് വാസ്തവത്തിൽ ആ മക്കൾ നൽകുന്നത്. ദുഃഖത്താൽ സ്വയം നശിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾ ഉൾപ്പെടാനാണോ പരിപാടി എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഔ തക്കൂന മിനൽ ഹാലിക്കിൻ എന്ന് പറയുന്നത് സ്വയം ദുഃഖിച്ച്, അല്ലെ, അങ്ങനെ പറയുന്നല്ലോ, വെന്തുരുകി മരിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ താങ്കൾ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഇവർ പറയുന്നത്. സ്വന്തം തെറ്റുകളെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം സ്വന്തം തെറ്റുകളിൽ ഖേദിച്ച് അതിൽ പശ്ചാത്തപിച്ച് അതിന്റെ പേരിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയോട് മാപ്പിരക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യാണ്? അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ പിന്നെ പറയണം. അപ്പൊ ഇവിടെ നമ്മൾ ഖുർആന്റെ സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വിശദാംശങ്ങൾ വിട്ടിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻ, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള രംഗങ്ങൾ, അതൊക്കെയാണ് എല്ലാ കഥയിലും, മിക്കവാറും എല്ലാ കഥയിലും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള രംഗങ്ങളാണ് പറയുന്നത്. ഈ രംഗം ഒരു ചെറിയ ഒരു എക്സ്ചേഞ്ച് ആണ്, അല്ലെ, ഒരു സ്മോൾ എക്സ്ചേഞ്ച്. ഇത്രയധികം ഈ ബ്രദേഴ്സിനെ കോട്ട് ചെയ്തിട്ട് വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ സഹോദരങ്ങളെ അവർ പറഞ്ഞ വാചകങ്ങൾ ഇത്ര നീണ്ട ഒരു വാചകം വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവരുടെ ആ ഒരു അഗ്രസീവ് ബിഹേവിയറിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും തങ്ങളുടെ പിതാവിനെ കുറിച്ച് അവർക്ക് നേരത്തെയുള്ള പരാതി എന്താ? ലലാലി മുബീൻ, അല്ലെ, ഇന്നാ നറാഹു ഫി ലലാലി മുബീൻ എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഞങ്ങൾ അദ്ദേഹത്തിനെ വി സീ ഹിം ആസ് എ ലോസ്റ്റ് മാൻ, അല്ലെ, ഒരു ഹീസ് ഇൻ കംപ്ലീറ്റ് ലോസ്, ഹീസ് ഇൻ അട്ടർ ലോസ്, ഒരു സ്വയം തന്നെ നശിച്ചുപോയ അല്ലെങ്കിൽ വഴികേടിലായി പോയ ഒരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് എന്ന് അവർ പറഞ്ഞു. ആ സ്വഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല, മറിച്ച് ഇപ്പോഴും അവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണെന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് വെച്ചാൽ, നമ്മളും ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസിൽ അകപ്പെടാം. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ആ യാക്കൂബ് നബിയുടെ സ്ഥാനത്തും ബാക്കി എല്ലാവരും ആ സഹോദരങ്ങളുടെ മക്കളുടെ സ്ഥാനത്തും അങ്ങനെയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇത് നമ്മളും ഈ രണ്ട് സ്ഥാനത്തും നമ്മൾ മാറി മറിഞ്ഞു വരാം. ഒരു പക്ഷെ നമ്മൾ ബോധപൂർവമായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാചകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് ഏറ്റവും പ്രധാനം മറ്റൊരാളുടെ ഇമോഷനെ നമുക്ക് കാണാൻ സാധിക്കണം, മനസ്സിലാക്കാൻ സാധിക്കണം. ആ ഇമോഷൻ, അതിനാണ് എംപതി എന്ന് പറയാം, അല്ലെ. എംപതി എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പതിനേക്കാളും വ്യത്യാസമുണ്ട്. സിമ്പതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മോശം അവസ്ഥയിൽ നമ്മൾ സഹതപിക്കുകയാണ്. ഓ പാവം, അയ്യോ പാവം എന്ന് പറയുന്ന അവസ്ഥയ്ക്കാണ് സിമ്പതി എന്ന് പറയുന്നത്. ഷെമ്പതി എന്ന് പറഞ്ഞാലോ, അയാളുടെ മോശം മാനസികാവസ്ഥയെ നമ്മുടെ അവസ്ഥയായിട്ട് കണ്ടുകൊണ്ട് അയാളെ പരിഗണിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് എന്ത് പറയാ? എംപതി എന്ന് പറയാം. ആ എംപതിക് സിറ്റുവേഷൻ അല്ലാത്ത സിറ്റുവേഷനുകളിൽ നമ്മൾ പെടാൻ സാധ്യതയുണ്ട്. ഇനി സൈക്കോളജിക്കലായിട്ട് ഇതിനെ പറഞ്ഞാല്, നമ്മൾ പിന്നെ പല ആളുകളും അവരുടെ ഭൂതകാലത്തെ കോൺഫ്രണ്ട് ചെയ്യാൻ മടി കാണിക്കും. ഇപ്പൊ ഇവിടെ ഈ സഹോദരങ്ങൾ ചെയ്തത് അതാണല്ലോ. അതായത് ഇവർക്കൊരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റ് എന്താ? ഈ യാക്കൂബ് നബിയെ ഈ ഒരു ദുരിതത്തിൽ അകപ്പെടുത്തിയത് ആരാ? അതിന് കാരണക്കാരാരാ? അത് ഇവരാണ്. അപ്പൊ തങ്ങൾ ചെയ്ത ഒരു കുറ്റകൃത്യം, ഒരു ഭീകര കൃത്യം, അതിന്റെ ഫലമായിട്ടാണ് പിതാവ് ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് തയ്യാറില്ല. അങ്ങനെ ഓർക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് അവർ കുറ്റപ്പെടുന്ന ആരാ? യാക്കൂബ് നബീനെയാണ്. എന്തിന്റെ പേരില്? യൂസുഫിനെ കുറിച്ച് ഓർത്ത് താങ്കൾ മരിച്ചു പോകോ? ഈ യൂസുഫിനെ കുറിച്ച് ഓർക്കാനും ഇങ്ങനെ ഒരു അന്ധത ബാധിക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം എത്തിപ്പെടാനും ഒക്കെ കാരണക്കാരാരാ? ഞങ്ങളാണ് എന്ന ആ കുറ്റത്തെ, ഞങ്ങളുടെ മിസ്റ്റേക്കിനെ, ഞങ്ങളുടെ ഒരു പാസ്റ്റിനെ കോൺഫ്രണ്ട് ചെയ്യാൻ, അതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് ധൈര്യമില്ല. അപ്പൊ സൈക്കോളജിക്കലി നമ്മൾ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ ശരിക്കും വേണ്ടത് എന്താ? ഇത്തരം പാസ്റ്റിനെ നമ്മൾ നേരിട്ട് അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. അതിനാണല്ലോ തൗബ എന്ന് പറയുന്നത്. തൗബ എന്ന് പറയുന്നത് എന്താ? തൗബ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കണത് എന്താ? നമ്മുടെ പാസ്റ്റിനെ നമ്മൾ കോൺഫ്രണ്ട് ചെയ്യണം, നമ്മൾ ഫേസ് ചെയ്യണം. എനിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, തെറ്റുകൾ പറ്റിപ്പോയി. ആ തെറ്റ് പറ്റിപ്പോയത് ഏറ്റു പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും? അത് പുറത്തു വരും. അത് ഏറ്റവും മോശപ്പെട്ട ആളിൽ നിന്ന് പോലും അള്ളാഹ് പുറത്തു വരും, അല്ലെ. അതുകൊണ്ടാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ആരാണ്? ഖുർആൻ പരിചയപ്പെടുന്ന ഏറ്റവും നമ്പർ 1 ക്രിമിനൽ ആരാ? ഖുർആൻ പരിചയപ്പെടുത്തുന്ന നമ്പർ 1 ക്രിമിനൽ ആരാ?
ഫിറൗൻ. കറക്റ്റാണ്, ഫിറൗനാണ്. കാരണം ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുക, അല്ലെ? പുരുഷന്മാരെ മൊത്തം, ഒരു തലമുറയെ മൊത്തം ഇല്ലാതാക്കുന്ന ഒരു പണി ചെയ്ത ആള്. അയാളെ കുറിച്ച് ഖുർആൻ എന്താ പറയണ? മൂസാ നബിയോട് ഇദ്ഹബാ ഇലാ ഫിർഔൻ, മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അള്ളാഹ് പറയണം, നിങ്ങൾ ഫിറൗന്റെ അടുത്തേക്ക് പോ. ഫഖൂലാ ലഹു ലയ്യിനൻ, വളരെ സൗമ്യമായ വാക്ക് പറയൂ. എന്തിനാ? ലഅല്ലഹു യതദക്കർ, ഒരു പക്ഷെ അവന് ഉത്ബോധനം കിട്ടിയാലോ, ഔ യഖ്ഷ, അല്ലെങ്കിൽ അവൻ അള്ളാഹനെ ഭയപ്പെട്ടാലോ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പ്രതീക്ഷയുണ്ട്. ലോകത്തിലെ നമ്പർ 1 ഈവിൾ ആയിട്ടുള്ള, അതിനേക്കാളും ഈവിൾ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ലോകത്തോ ഇതുവരെ ചരിത്രത്തിലോ ഒരു നാഗരികതയിലോ ഒന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്താൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് പ്രതീക്ഷ ഇല്ലാത്തത്? നമ്മളെ പോലത്തെ പാവങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷയുണ്ട്. ലാ തഖ്നതു മിർ റൗഹില്ല, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. ഇന്നഹു, അല്ലെ, ഇന്നഹു യഗ്ഫിറു ദുനൂബ ജമീഅൻ, എല്ലാ പാപങ്ങളും പുറത്തുതരും. അപ്പോൾ ഇവിടെ സൈക്കോളജിക്കലി ഇവർക്ക് വേണ്ടിയിരുന്നത്, ഇവർ സ്വയം തന്നെ തങ്ങളുടെ പാസ്റ്റിലേക്ക് നോക്കിയിട്ട് ആ പാസ്റ്റിനെ അഭിമുഖീകരിച്ച് അതിനെ എടുത്തു പറഞ്ഞ് എല്ലാ അവസ്ഥയും, അങ്ങനെ ഒരേ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരേ ഒരാളുള്ളൂ. അതാരാ? ഒരിക്കലും അള്ളാഹ് തൗബ സ്വീകരിക്കുകയോ തൗബയെ കുറിച്ച് നിരാശനായ ഒരാളുണ്ട്. അതാരാ? ഇബ്ലീസ്. ഇബ്ലീസിന്റെ പേരിന്റെ അർത്ഥം തന്നെ എന്താ? നിരാശനായവൻ എന്നാണ്. അതുകൊണ്ടാണ് ഇബ്ലീസ് നമ്മളൊക്കെ ഇത് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം അവൻ ഏതായാലും രക്ഷയില്ല. അപ്പൊ എന്നാ നിങ്ങളും രക്ഷപ്പെടണ്ട. ഞാൻ അങ്ങനെ ഉണ്ടല്ലോ ചിലര്, ഞാൻ ഏതായാലും നശിച്ചു, എന്നാ പിന്നെ എൻ്റെ ഒപ്പം നിങ്ങളും പോര് എന്ന് പറഞ്ഞ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ആ നിരാശനായ മനുഷ്യൻ, ആ പിശാചിന്റെ, ആ ജിന്നിന്റെ വഴിയിൽ പെടാതെ ആരൊക്കെ തങ്ങളുടെ പാസ്റ്റിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്നു, ആരൊക്കെ തങ്ങളുടെ വാചകങ്ങളെ നന്നാക്കുന്നുവോ, പവർ ഓഫ് വേർഡ്സ്, വാക്കുകളെ നന്നാക്കുന്നുവോ, മനസ്സുകളെ നന്നാക്കുന്നുവോ, ചെയ്തികളെ, പ്രവൃത്തികളെ ഏറ്റവും മനോഹരമാക്കുന്നുവോ, അവർക്കൊക്കെ പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്. അവർക്കൊക്കെ തൗബയുണ്ട്. തൗബ എന്ന് പറയുന്നതിന്റെ പോയിന്റ് തന്നെ അതാണ്. നമ്മുടെ പാസ്റ്റിനെ അഭിമുഖീകരിക്കുക, കോൺഫ്രണ്ട് ചെയ്യുക, എന്നിട്ട് അത് ഏറ്റുപറയുക. അങ്ങനെ ആർക്കും അള്ളാഹു പുറത്തു കൊടുക്കും, അല്ലെ? എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥന എന്താ? അൽഹംദുലില്ലാഹില്ലദീ, പറയൂ, അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്താ പറയുന്നത്? അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി, അല്ലദീ അഹ്യാന, ഞങ്ങളെ ജീവിപ്പിച്ച അള്ളാഹുവിനെ. ഞങ്ങളെ ഉണർത്തിയാന്നല്ല, ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയാന്നല്ല പറയുന്നത്, മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഒരു പുതിയ ജീവിതമാണ്. കഴിഞ്ഞ ദിവസം, ഇന്ന് രാത്രി വരെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര തന്നെ മോശമാണെങ്കിലും, നാളെ ഒരു പ്രഭാതം നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ കിട്ടുമെങ്കിൽ, അതൊരു പുതിയ ജീവിതമാണ്, എ ന്യൂ ലൈഫ്. സോ യു ക്യാൻ ബിഗിൻ എ ന്യൂ ലൈഫ്. വാട്ട് എവർ ഈസ് യുവർ പാസ്റ്റ്, it could be filled with lot of sins, it could be filled with lot of cruelties, evil things, bad things, whatever, but you have in every day you have a new life. അല്ലെ? അല്ലാഹു അല്ലദീ യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ. അല്ലാഹു ആണ് മരിപ്പിക്കുന്നത്. ആ മരിപ്പിക്കുക എന്നതിന്റെ അർത്ഥം, പഴയ ഞാൻ മരിച്ചു പോയിട്ട് പുതിയ ഞാൻ ജനിക്കുന്നു. അതാണ് ഓരോ ദിവസവും നമ്മളോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് ഉറങ്ങാൻ നേരത്ത് ഇതൊക്കെ പറഞ്ഞ് അള്ളാഹിനോട് പശ്ചാത്തപിച്ചിട്ട് കിടക്കണമെന്ന് പറയുന്നത്. കാരണം നാളെ രാവിലെ എഴുന്നേക്കോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. എഴുന്നേറ്റാൽ അതൊരു പുതിയ ജീവിതമായിട്ട് മാറുക. അപ്പൊ ഇതാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ. ഈ യൂസുഫിന്റെ സഹോദരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ സർക്കിളിൽ, ഫ്രണ്ട്സിൽ അങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറുന്നുണ്ടോ? മോശം വർത്തമാനങ്ങൾ വരുന്നുണ്ടോ? അവരുടെ ഇമോഷൻസിനെ നിങ്ങൾ മനസ്സിലാക്കാത്ത അവസ്ഥയുണ്ടോ? നിങ്ങൾ ആ അവസ്ഥയിൽ അവരെ കുറ്റപ്പെടുത്തുന്ന സംഗതികളുണ്ടോ? ഇതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ പെരുമാറണം. അങ്ങനെ ഒരു പുതിയ ജീവിതത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് ഈ സംഗതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ചോദ്യങ്ങൾക്ക് അവസരമില്ല, കാരണം എനിക്ക് പെട്ടെന്ന് പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങളോ സംശയങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഞാൻ പറഞ്ഞതിൽ വിയോജിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സമയത്തെ ഏറ്റവും നല്ല ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും
വിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അങ്ങനെ ഖുർആനിന്റെ ഓരോ പദങ്ങളും ഓരോ വാചകങ്ങളും ജീവിതത്തിൽ വെളിച്ചമാവുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വജ്അൽ തഫർറുഖനാ മിൻ ബഅദിഹി തഫർറുഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മഹ്റൂമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.